സംസ്ഥാനമെമ്പാടും താലൂക്ക് തല അദാലത്തുകൾ നടന്നുവരികയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ദീർഘകാലമായി പരിഹാരം കാണാതെ കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ അദാലത്തുകളിലേക്ക് ജനങ്ങൾ കൊണ്ടുവരുന്നത്. അത് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഈ സ്പെഷ്യൽ അദാലത്ത് ആയതുകൊണ്ട് തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥ സംഘമുണ്ട്. അപ്പോൾ ഈ അദാലത്തുകളിലാണ് വലിയ തോതിൽ ഈ പരാതികൾ പരിഗണിക്കുന്നത്. കുറെ കൂടി നടപടികൾ വേഗത്തിലാവുന്നു, ചില നല്ല തീർപ്പുകൾ ഉണ്ടാകുന്നു, പരിഹാരം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പരിശോധിക്കാനുള്ളത് പത്തനംതിട്ട ജില്ലയിലെ പൊതുവിൽ അദാലത്തുകളുടെ ഒരു സ്ഥിതി എങ്ങനെ എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അദാലത്ത് നടന്നത് റാന്നി താലൂക്കിലെ അദാലത്തിൽ പരിഗണിച്ച 153 പരാതികളിൽ 59 എണ്ണം പൂർണ്ണമായും തീർപ്പാക്കി. അവശേഷിക്കുന്നവ തുടർ നടപടി സ്വീകരിക്കുന്നതിന് വകുപ്പുകൾക്ക് കൈമാറി. പുതിയതായി 192 പരാതികൾ ലഭിച്ചു. പുതുതായി ലഭിച്ച പരാതികളിലെല്ലാം 15 ദിവസത്തിനകം പരാതിക്കാരന് റിപ്പോർട്ട് നൽകും. ജനങ്ങൾക്കേറെ ആശ്വാസം പകരുന്നതായിരുന്നു കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്തുകളെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ ആകെ 980 പരാതികൾ പരിഗണിച്ചപ്പോൾ 758 പരാതികളും പൂർണ്ണമായി പരിഹരിക്കാനായി. മന്ത്രിമാരായ വീണ ജോർജ്, പി രാജീവ്, GR അനിൽ തുടങ്ങിയവരാണ് ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ നടന്ന അദാലത്തുകൾക്ക് നേതൃത്വം നൽകിയത്. കടപ്ര വളരെക്കാലം അവഗണിക്കപ്പെട്ട ഒരു പ്രതിസന്ധി. ഈ നാടകം വീണ്ടും കളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തികച്ചും ലജ്ജാകരമാണ്. കടപ്ര മലിനീകരണ പ്രതിസന്ധിയെ ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രപരവും ശാസ്ത്രീയവുമായ ധാരാളം തെളിവുകളുണ്ടായിരുന്നിട്ടും കേരള സർക്കാരും അതിന്റെ അഴിമതി ഏജൻസിയായ PCBയും ഈ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഈ മലിനീകരണ പ്രശ്നം എത്ര തവണ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും PCB, DMO, കളക്ടർ, കേന്ദ്ര PCB പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവരുൾപ്പെടെ എല്ലാ ഓഫീസുകളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നത് അമ്പരപ്പിക്കുന്നതാണ്. ഇവയിൽ ചിലത് കോടതികളിൽ നുണ പറയാനും നുണ പ്രചരിപ്പിക്കാനും വരെ പോകുന്നു. ജുഡീഷ്യറിയും കണ്ണടയ്ക്കുന്നു. ഈ നുണയന്മാരുടെ ഗുണ്ടകളായി പോലീസ് മാറിയിരിക്കുന്നു. MLAയും ആരോഗ്യമന്ത്രിയും PCBയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ പ്രതിനിധികളും തങ്ങൾ പിന്തുണച്ച രോഗമരണങ്ങളുടെയും മലിനീകരണം മൂലമുണ്ടാകുന്ന വ്യാപകമായ നാശത്തിന്റെയും വർദ്ധിച്ചുവരുന്ന തെളിവുകൾ വ്യക്തമായി അവഗണിക്കുകയാണ്. അത്തരം പാരിസ്ഥിതിക അപകടങ്ങളുടെ ദോഷകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആഗോള സമവായം കണക്കിലെടുക്കുമ്പോൾ ഈ നിഷ്ക്രിയത്വം പ്രത്യേകിച്ചും ആശങ്കാജനകമാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളോ അതിന്റെ അഭാവമോ കടപ്രയിലെ ജനങ്ങളുടെ താൽപര്യങ്ങൾക്കനുസൃതമല്ലെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായിരിക്കെ വോട്ട് ചെയ്ത വീണ ജോർജിനെ കടപ്രയിലെ സഖാക്കൾ കഠിനമായി അപലപിക്കും. ഇനി ഒരിക്കലും നുണയന്മാർക്ക് വോട്ട് ചെയ്യുന്ന മണ്ടൻ തെറ്റുകൾ ഞങ്ങൾ ചെയ്യില്ല.